ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, അതായത് തിരുവനന്തപുരത്തിൻ്റെ ഭാവി, കേരളത്തിൻ്റെ ഭാവി ഒക്കെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു പോർട്ടാണ്. അപ്പോൾ പോർട്ടിൻ്റെ റോഡിൻ്റെ അപ്ഡേറ്റ്സ് നമുക്കൊന്ന് ചെയ്യാം. ഇത് അവിടെ നിന്നാണ് വരുന്നത്. അവിടുന്ന് വരുന്ന ലോറികൾ ഈ വഴിയിൽ കൂടെ ഈ വഴിയിലോട്ട് കയറി ഇതാണ് പോർട്ടിലേക്കുള്ള റോഡ്. നിലവിൽ അവിടെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള വണ്ടികൾ ഒക്കെ കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ സംബന്ധമായ വണ്ടികളാണ്. ഇങ്ങനെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ, പോർട്ടിൽ നിന്നൊരു വണ്ടി വന്നാൽ ഇതുപോലെ വന്ന് നേരെ ക്യാമറയൊക്കെ ഉണ്ടല്ലേ, അടിപൊളി. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ ഓരോ ചാടുന്ന ടീമുകളെയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നേരെ അതൊരു ക്രോസ് ചെയ്യണ സ്ഥലമാണ്. അതുകൊണ്ടാണ് അതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്ന് ഇതൊന്നും ഒരു നടുക്ക് വെച്ച് ഓട വരുന്നു. ഓട വരുന്നു നടപ്പാത. ഇവിടെ മാത്രം എന്തിനാണ് നടപ്പാത? ഇത് പണ്ട് കൺസെപ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ സെക്ഷൻ പണ്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് അതാണ് ആ കാണുന്നതാണ് നമ്മുടെ NH66 എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്നൊരു വണ്ടി, ഇവിടുന്ന് ഒരു കണ്ടെയ്നറുമായിട്ട് വരുന്ന വണ്ടി. നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റൂട്ടാണ്. കണ്ടെയ്നറുമായിട്ട് പോകുന്ന വണ്ടി ഈ വഴി കയറണം. കണ്ടെയ്നറുമായിട്ട് വരുന്ന വണ്ടി ഈ വഴി വന്ന് ഇങ്ങനെ വന്ന് ഈ അപ്പുറത്തെ സൈഡിൽ NHലോട്ട് കയറാനായിട്ടൊരു കണക്ഷനുണ്ട്. ആ ഒരു കണക്ഷനിലോട്ട് ഈ വണ്ടി ഇതുവഴി കയറി നേരെ നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് കയറണം. അതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടുന്ന് വണ്ടി നിർത്താം. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരണം. അപ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കാം. ഇത് ഭയങ്കര ഇടുങ്ങിയ വഴിയാണല്ലോ. ഇടത്തൂടെ എങ്ങനെയാണ് ഒരു കണ്ടെയ്നറൊക്കെ പോകുന്നത്? മറ്റേത് ഓടയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ലെവലിൽ നിന്ന് റോഡ് വലുതാവുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു വീതിക്കായിരിക്കും റോഡ് പോകുന്നത്. ഇതിങ്ങനെ പൊളിച്ചിട്ടൊക്കെയാണ് ഇവിടെ. ഇതാണ് നിലവിലെ അവസ്ഥ. സോ ഇത് VV പോകുന്നു. VV ഇപ്പോൾ എല്ലാവരുടെയും ഇഷ്ട റൂട്ടാണ്. നമ്മുടെ ബൈപ്പാസിൽ പോകുന്ന ടീമുകളുടെയൊക്കെ ഇഷ്ട റൂട്ടാണ്. ഞാനൊന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ പോർട്ടിൽ നിന്ന് വടക്കോട്ട് പോകുന്ന വണ്ടികൾ ഞാൻ നേരത്തെ കാണിച്ച ആ വഴി കൂടി ഇങ്ങനെ വന്ന്, നമ്മൾ വന്ന വഴിയുടെ തൊട്ടപ്പുറത്തുള്ള വഴി കൂടി ഇങ്ങനെ വന്ന് ഇവിടെ കൂടി ഇങ്ങനെ കയറി NHലോട്ട് ഇങ്ങനെ അങ്ങ് എൻ്ററാവും. അതൊന്ന് തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്ക് പോർട്ടിലോട്ട് പോകണമെങ്കിൽ അവരവിടുന്ന് അങ്ങ് ദൂരെ കണ്ട ആ പുളിങ്കുടി ആ ഒരു പാലം ഉണ്ടല്ലോ, ആ പാലത്തിൻ്റെ അവിടുന്ന് മുന്നിലായിട്ട് ഒരു ഇതുണ്ട്, നമ്മുടെ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് വഴി കയറി വന്ന് നേരെ ഈ ഇടത്തോട്ട് തിരിഞ്ഞ് പോർട്ടിലോട്ട് പോകാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ വടക്ക് നിന്ന് വരുന്ന വണ്ടികൾ കയറാനായിട്ട് അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന ഒരു വണ്ടിക്ക് തമിഴ്നാട് ഭാഗത്തോട്ട് പോകാനുള്ള വഴി നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വണ്ടി ഇങ്ങനെ വരും. ഇങ്ങനെ കയറിയിട്ട് ഇതുവഴി നമ്മുടെ ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടി ഇവിടുന്ന് ഇങ്ങനെ തിരിയണം. അപ്പോൾ അതിനായിട്ട് ഈ ചായക്കട ഇരിക്കുന്ന വീട് കുറച്ച് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ഇവിടെ കൂടെ ആരൊക്കെ വണ്ടി തിരിച്ച് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്, വണ്ടി പോകുമോ എന്നറിയാനായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ കൂടി ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന വണ്ടീനെ ആ വണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കയറ്റം കയറി വന്നത് ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന പോയിൻ്റ്, ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. നേരത്തെ നമ്മൾ അവിടെ കണ്ടത് ഒരു പോയിൻ്റ്, ഇത് അടുത്ത പോയിൻ്റ്. ഇത് ഇച്ചിരി വീതി കൂടുതലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ
ഞാൻ നേരത്തെ പറഞ്ഞത് പോർട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങനെ വന്ന് കയറി ഇവിടെ കൂടെ കയറും, ഇവിടെ കൂടെ അകത്തോട്ട് NH കയറി നാഗർകോവിൽ ഭാഗത്തോട്ട് പോകാനുള്ളൊരു വണ്ടി. അതായത് പോർട്ടിൽ നിന്ന് നാറൽ ഭാഗത്തോട്ട് പോകുന്ന വണ്ടികൾ അവിടെ കൂടെ കയറി വന്ന് ഈ വഴി റൈറ്റ് കട്ട് ചെയ്ത് NH കയറി അങ്ങ് പോകും. ഇപ്പം നമ്മുടെ നോർത്ത് സൈഡിൽ നിന്ന്, അതായത് വടക്ക് നിന്ന് കഴക്കൂട്ടം ഭാഗത്തു നിന്നൊക്കെ പോർട്ടിലോട്ട് വരേണ്ട ഒരു വണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ കൂടി ഇങ്ങനെ വന്ന് ഇതുവഴി അകത്തോട്ട് കയറണം, സർവീസ് റോഡിലോട്ട് കയറും. എന്നിട്ട് സർവീസ് റോഡിലോട്ട് കയറിയിട്ട് ഇങ്ങനെ ഞാൻ പോകുന്ന ഈ വഴിയിലൂടെ ആ വണ്ടി ഓടും. ഇങ്ങനെ ഓടി 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 വണ്ടിയുടെ അവസ്ഥ ആലോചിച്ചോണം. താൽക്കാലിക റോഡാണ്, എന്നാലും വണ്ടിയുടെ അവസ്ഥ എന്ന് ആലോചിച്ചോണം. താൽക്കാലിക റോഡിൽ കൂടി ഇങ്ങനെ വന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ പുളങ്കുടി ജംഗ്ഷനിലോട്ട് പോകുന്ന ആ മേൽപ്പാലം എന്ന്. ഇതേക്ക് നമ്മുടെ ആഴിമലയിൽ നിന്നുള്ള ആ ബസ്സാണ് പോകുന്നത്. ആഴിമലയിൽ നിന്ന് കിഴക്കേക്കോട്ടം പോകുന്ന ബസ്സാണ് പോയത്. അപ്പം നമ്മൾ പുളങ്കുടി ജംഗ്ഷനിലോട്ട് പോകാനായിട്ട് റൈറ്റ് കട്ട് ചെയ്യും. അപ്പം കണ്ടെയ്നറുമായിട്ട് വരുന്ന വലിയ ട്രെയിലർ ഇവിടെ വന്ന് ഇങ്ങനെ വലത്തോട്ട് തിരിയണം. ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെയും വലത്തോട്ട് തിരിയണം. ഇവിടെ വന്ന് അടുത്ത യു ടേൺ എടുക്കണം. ഇവിടെ വന്ന് യു ടേൺ അല്ല, സോറി, 90 ഡിഗ്രി ടേൺ, 90 ഡിഗ്രി ടേൺ. അപ്പോൾ 2 പ്രാവശ്യം വളഞ്ഞ് വന്ന് അവിടെ കൂടി ഇങ്ങനെ വന്ന്, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്ക് നിന്നുള്ള നമ്മുടെ കഴക്കൂട്ടം ഭാഗത്തു നിന്ന് വരുന്ന കണ്ടെയ്നറുകൾക്ക് പോകാനുള്ള, അതേസമയം നമ്മുടെ നാഗർകോവിലിൽ നിന്ന് വരാനുള്ള കണ്ടെയ്നറുകൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ മുന്നിലൊരു ഒരു കട്ടിങ് ഉണ്ട്. മുന്നിലുള്ള ആ കട്ടിങ് വഴി വന്ന് നമ്മുടെ ഈ റോഡിലോട്ട് വന്ന് കയറും. എന്നിട്ടാ ഈ ഇന്നോവ വന്ന് കയറിയ പോലെ ആ കണ്ടെയ്നർ ലോറി വന്ന് കയറും. ഞാൻ പോകുന്നത് പോലെ തമ്പാനൂരിൽ നിന്നുള്ള കഴക്കൂട്ടം ഭാഗത്തു നിന്ന് വരുന്ന ആ കണ്ടെയ്നർ ലോറികളും വന്നിട്ട് ഇത് ഇവിടെയൊക്കെ വീതി കൂട്ടുന്നുണ്ട്. ഇത് സ്വാഭാവികം, റോഡിന് വീതി കൂട്ടിയേ പറ്റത്തുള്ളൂ, കാരണം അല്ലാതെ വേറെ രക്ഷയില്ല. KSEB കൊണ്ട് പോസ്റ്റൊക്കെ മാറ്റിച്ചിട്ടാണ് ഈ റോഡിന് വീതി കൂട്ടുന്നത്. ഈ സൈഡിൽ റോഡിന് വീതി കൂടുന്നുണ്ട്. അതേപോലെ അപ്പുറത്തൊക്കെ റോഡിന് വീതി കൂടേണ്ട സ്ഥലങ്ങളാണ്. ഓട ഉണ്ടായിരുന്നു, ആ ഓടയൊക്കെ പൊളിച്ച് റോഡിന് വീതി കൂട്ടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് നേരെ പോർട്ടിലോട്ട് ആ വഴിക്ക് അങ്ങ് കയറിപ്പോകും. അപ്പം ഇതാണ് പോർട്ടിലോട്ടുള്ള വഴി. അപ്പോൾ അതാണ് നമ്മുടെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് വീഡിയോ. കുറച്ചപ്പുറത്ത് എന്തോ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചായക്കട. ഇവിടെയാണ്. ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ആക്ച്വലി നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന വണ്ടികൾ, അതായത് ലോറികളൊക്കെ പാർക്ക് ചെയ്തിടാൻ വേണ്ടി ഗ്രൗണ്ടായിരുന്നു പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അവരോടൊന്ന് ചോദിക്കാം എന്താണ് പരിപാടി. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ലോറി താവളം ആയിട്ട് ഇവിടെ കുറേ സബ്സ്റ്റേഷൻ്റെ സൈഡിലേക്ക് വരും. കുറേ മറ്റേ എന്താ പറയുക, സ്ഥലം ഏറ്റെടുത്ത് ലോറികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു പ്ലോട്ടായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് എന്താ പറയുക, അവിടെ ഇപ്പം ലെവലിംഗ് വർക്കുകൾ നടക്കുകയാണ് അതിൻ്റെ അകത്ത്. അപ്പം ലോറികളൊക്കെ വരുമ്പം ഇടാൻ സ്ഥലം വേണം, അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പം അത് അവരോട് കൂടെ ഒന്ന് ചോദിക്കാം എന്താണ് ഇവിടെ സംഭവം. भैया यहाँ पे क्या काम चल रहा है?
रोड बन रहा है। रोड बन रहा है वो यहाँ पे ये है ना लोरी पार्क करने का जगह है ना, ये कंटेनर जो ट्रक आता है वो पार्क करने की जगह है ना, ओके उसके लिए रोड का उसके लिए रोड ओके ओके। और यूट्यूब चैनल है आपका? हाँ यूट्यूब चैनल लोग मेरा थोड़ा दिखाओ। आएगा आएगा अच्छे से आएगा। तो आपका यूट्यूब चैनल? श्रीनाथ के, बस मेरा नाम ही है। थोड़ा सर्च मार दीजिए सर। ठीक है हाँ ओके। हाउ आर यू, कैसे हो? आज इधर रोड बन रहा है, कंस्ट्रक्शन का काम चल रहा है, आप लोग देख सकते हैं ये प्लांट का, इधर गाड़ी जाने का रास्ता बन रहा है। ओके ഓക്കെ താങ്ക് യു ഭയ്യ. ഇത് പോകുന്നത് കണ്ടെയ്നർ, ഇത് നമ്മുടെ പോർട്ടിൽ വരുന്ന കണ്ടെയ്നർ ലോറികൾ പാർക്ക് ചെയ്യാനുള്ളൊരു ഗ്രൗണ്ടാണിത്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ അപ്പുറം വഴി മെയിൻ റോഡിൽ പോകണം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ഏരിയയൊക്കെ ഇനിയും ചെയ്യാനുണ്ട്, ഒരുപാട് പണി നടക്കാനുണ്ട്. പെട്ടെന്നൊന്ന് നടന്നാൽ മതിയാകും. ഇവിടെ എന്താ പോർട്ടിലോട്ടുള്ള റോഡ് ഉദ്ഘാടനം ചെയ്തിട്ട് കുറേ നാളായി, പക്ഷേ വണ്ടി ഇതുവരെ ഇപ്പോഴും കയറത്തില്ല. ഈ ഒരു രക്ഷയില്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല. പോർട്ടുണ്ട്, പക്ഷേ ഒറ്റ ട്രക്ക് പോലും വെളിയിൽ നിന്ന് കയറില്ല. ഈ എത്രയും പെട്ടെന്ന് റെഡിയായാൽ മതിയായിരുന്നു. ഇത്ര നാളെ മനസ്സിനായിട്ട് വട്ടാക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റിൽ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഹിന്ദിക്കാരൻ ചേട്ടൻ്റെ വീഡിയോ ഇട്ടേക്കാം, കാരണം പാവം എൻ്റെ വീഡിയോയും കൂടി ഇട്ടേരെന്നൊക്കെ പറഞ്ഞായിരുന്നു പാവം. അപ്പം നല്ല മനുഷ്യൻ, ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞായിരുന്നു. അതാണ് ആ പൂനം കമ്പനി, മറ്റേ പൂനം എന്ന് പറയുന്ന കമ്പനി ആയിരിക്കണം, ആ കമ്പനി തന്നെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അത് അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും എന്താ പറയുക, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ വരുത്താൻ നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്.